ഹായ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് കുറച്ച് കമൻറ്റ് വന്നേ, ഫാദിൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യുമോ, ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്നെ മടിച്ചിരിക്കാൻ സമ്മതിക്കില്ലല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്കൊരു മോട്ടീവായിട്ടോ. ഞാൻ അങ്ങനെ മടിച്ചിരിക്കുക, ഞാൻ പിന്നെ ചെയ്യാം വീഡിയോ, പിന്നെ ചെയ്യാം വിചാരിച്ചിട്ട് കുറേ ഗാലറിയിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ ചെയ്യാൻ വിചാരിച്ച്, അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും. പിന്നെ കമൻറ്റിൽ ചോദിച്ചു ഇനി അപ്പാച്ചി കട്ട് ചെയ്യുമോയെന്ന്. ഇപ്പോൾ സത്യം പറയാ അപ്പാച്ചി കട്ട് ചെയ്യൽ കുറവാണ്. ഒരു 6-7 മാസം, 1 വയസ്സ് 2 വയസ്സ് വരേക്കും അപ്പാച്ചി കട്ട് തന്നെ ചെയ്തത്. പിന്നെ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാവും. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നത് സൈഡിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പം ഹെയർ കട്ട് ചെയ്യലുള്ളത്. പിന്നെ എന്നോടിങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുമോ എന്നിങ്ങനെ ചോദിച്ചിട്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നുക ചിലപ്പോൾ ഞാൻ സലൂണിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഹെയർ കട്ട് ചെയ്ത വീഡിയോ ആണ്. യു എത്തതായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക, ഷാർജയിലുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക. അവിടുത്തെ സലൂണത്തെ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ആ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു വോയിസ് ഞങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. അപ്പോൾ അത് കേട്ടാൽ ചിലപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽ മനസ്സിലാവും. അന്ന് ഞാൻ പോയി ഹെയർ കട്ട് ചെയ്ത സലൂണത്തെ വോയിസ് ആട്ടോ ഇത്. ഹെയർ കട്ടിന് നമ്മൾ കുട്ടികളുടേത് 30 തൊട്ടാണ് സ്റ്റാർട്ടിങ്. 30 to 35 ആ റേറ്റാണ് വരുന്നത്. ഹെയർ കട്ടിൻ്റെ വീഡിയോസും നമ്മുടെ പേജിലുണ്ട്. നമ്മുടെ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ കുട്ടികളുടെ ഒത്തിരി ഹെയർ കട്ടിൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ സലൂണിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ, നസ്രിയ, മക്ക മാർക്കറ്റ്. അപ്പോൾ ഫാദിൻ്റെ ഈ ഹെയർ കട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച മോർണിംഗിലായിരിക്കും മിക്കവാറും ഞാൻ എടുത്തിട്ടുണ്ടാവുക. ഞായറാഴ്ച ഞങ്ങൾ രാവിലെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്രഷ് ഫീലാണ്. രാവിലെ ആ ഒരു നടത്തം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ആലോചിക്കേനെ, ഞാൻ ഫസ്റ്റ് UAE വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് കുറേ ഒട്ടകവും കുറേ മരുഭൂമിയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട ഒരു UAE അല്ല ഇവിടെ വന്നപ്പോൾ. പിന്നെ ഞാൻ ആദ്യമായിട്ട് വന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞൊരു 7-8 മാസം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ഞാൻ വിസിറ്റിങ്ങിനാണ് വന്നത്. അന്ന് 3 മാസം വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3 മാസം വിസിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു ദിവസം അന്നത്തെ ഒരു ഡേ പോലും അത്രക്കും എന്താ പറയുക നമുക്ക് വിലപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് വിസ ആയ സമയത്ത് ആ വിസിറ്റിങ്ങിന് നിന്ന ആ ഒരു വൈബ് ഒരിക്കലും ഇല്ല കേട്ടോ. അന്ന് വിസിറ്റിങ്ങിന് നിൽക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീൽ. ഇനി വിസ ആയപ്പോൾ നമ്മളിവിടെ നിൽക്കുമല്ലോ, ആ ഒരു ഇത് വന്നല്ലോ. അപ്പോൾ അത് വിസിറ്റിങ്ങിന് നിന്നിട്ട് വിസയിൽ നിന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും വിചാരിക്കണ്. അന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചാണ് വിസയിൽ നിൽക്കണം എന്ന്. ഇപ്പോൾ മാഷാള്ള വിസയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നല്ല സ്ട്രഗിൾ ഉണ്ട്. ഇവിടുത്തെ റെൻറ്റ്, ഇവിടുത്തെ മറ്റുള്ള ചിലവുകളൊക്കെ. എന്നിട്ടും ഇവിടെ എന്താ എല്ലാവരും ചോദിക്കുന്നതിനാ ഇവിടെ നിൽക്കണമെന്നൊക്കെ. അത് ഈ നിൽക്കാൻ പറ്റുന്ന കാലം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും തോന്നണില്ല. എന്നാലും നിൽക്കാൻ പറ്റണ ഈ സമയം നിൽക്കാൻ വിചാരിച്ചു. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച്. പിന്നെ ഇത് ലുലുവിൽ വന്നതാട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വില്ലയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുമോ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞിന്. അന്നേരം ടീഷർട്ടും പിന്നെന്താ കേക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞേന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചു തരാൻ വിചാരിച്ച്. പിന്നെ ഞാനിവിടെ ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, എന്താ പറയുക, സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ കുറേ ട്രെൻഡായിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ ചെയ്തിരുന്നു കേട്ടോ. ഇതേപോലെ ബർത്ത്ഡേ ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തങ്ങാണ്ട് കേക്കൊക്കെ പോയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ സത്യത്തിൽ ഞാൻ ഇപ്പോൾ ചെയ്യലില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രൈസിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഞാൻ പ്രൈസ് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അഫോർഡബിൾ പറ്റണില്ല. കാരണം അധികം ഹൗസ് വൈഫാവും പറയാം. അപ്പോൾ ഇവിടുത്തെയും റേറ്റ് ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ ഒരു ഷർട്ട് ടീഷർട്ടൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ നാട്ടിലുള്ളതിനെക്കാട്ടിയും അത്യാവശ്യം ഡബിൾ പൈസ ഇവിടെ ഉള്ളതിനെ കൊണ്ടായിരിക്കുക. അപ്പം ഞാനപ്പോൾ കുറച്ച് പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ലാഭമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനത് കുറച്ചായിട്ടിപ്പോൾ അതെനിക്ക് വേറൊരു ചാനലുണ്ട്, ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ട്. ഫസ്റ്റ് ഞാൻ അതേനി ചെയ്തത്, ആ ഒരു ചാനലിന് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ വേറൊരു ചാനലും അങ്ങനെയൊക്കെ. ഇതിപ്പോൾ 2-3ാമത്തെ ചാനലാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് വരുന്നത്. അപ്പം അത് ഞാനിപ്പോൾ ചെയ്യൽ ഇല്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ അന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ടല്ലോ, അതേപോലെ സെറ്റ് ചെയ്ത് തരാനായിട്ട് എന്നോട് പറഞ്ഞത്. അപ്പം
ഇവിടെയുള്ള ഈ ബോട്ടിൽസ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പാത്രങ്ങളൊക്കെ ചിലതൊക്കെ എനിക്ക് വാങ്ങിക്കാൻ ഇങ്ങനെ തോന്നിയിരുന്നു കേട്ടോ. പാതിക്ക് ആ കുഞ്ഞു കാറുണ്ടല്ലോ നേരത്തെ കാണിച്ച ആ ഒരു കുഞ്ഞു കാറ് വാങ്ങിച്ചിനെ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തുട്ടോ. അപ്പോൾ ആൾ സർപ്രൈസായിനി. ആ വീഡിയോ ഞാൻ എടുത്തിനി, പക്ഷേ ഇതിൽ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇതൊരു ഈവനിങ് ആണ്, ഒരു ലീവുള്ള ദിവസത്തെ ഒരു ഈവനിങ് ആട്ടോ. ചില ഈവനിങ് ഞങ്ങളങ്ങനെ ചായ കുടിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര മോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിലാണെങ്കിൽ കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേറെ കുടുംബക്കാരെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ സൽക്കാരം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വൊക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യമാണ് ചായ കുടിക്കാൻ പോലും. അപ്പോൾ അതേപോലെ ചായ കുടിക്കാൻ പോയൊരു വീഡിയോ കേട്ടോ ഇത്. പുറത്ത് പോയി ചായ കുടിക്കുമ്പോൾ ഒരു മൂഡൊക്കെ സെറ്റാകും. ഞാൻ വീട്ടിൽ അധികം ചായ ഉണ്ടാക്കി കുടിക്കൂല, എന്നിട്ട് പുറത്ത് പോകുമ്പോൾ നല്ലോണം ചായ കുടിക്കുകയും ചെയ്യും. അപ്പം മധുരം ഷുഗർ കട്ടാണ് എന്നൊക്കെ പറയുകയും ചെയ്യും, പുറത്ത് നല്ല ചായ കുടിക്കുകയും ചെയ്യും കേട്ടോ. ഇത് പിന്നെ വേറൊരു ദിവസത്തെ വീഡിയോ കേട്ടോ. നൈറ്റ് ഇതേപോലെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോയത്. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അഫോർഡബിളുമാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും ഒന്നെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ വാങ്ങൽ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഫിഷ് ലവറാണ്. അപ്പോൾ പറഞ്ഞ് ഇന്ന് നമുക്ക് ഫിഷിൻ്റെ എന്തെങ്കിലും ഫിഷ് തവ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞേ. ഞാൻ ഫിഷ് ലവർ എന്നല്ലേ, എനിക്ക് അത്ര ഞാൻ കഴിക്കും, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ബീഫ് അങ്ങനത്തെ ഒക്കെ. അത്ര ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചതാണ്. സംഭവം വാങ്ങിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇത് ഏതോ ഒന്ന് പൊള്ളിച്ചതാണോ തവയാണോ എന്തോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിനി. അതിൻ്റെ കൂടെ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചപ്പോൾ നല്ല സെറ്റ് ടേസ്റ്റ് ചെയ്യണി, എനിക്കിഷ്ടമായി. ഞാൻ ഈ രസം ഉണ്ടാകുമോ വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയതിന്, പക്ഷെ നല്ല രസമുണ്ടേനി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഇതേപോലെ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.